ഏലിയ ഒന്നാം ശനി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. നിധിയുടെയും രത്നത്തിന്റെയും വലയുടെയും ഉപമകൾ. ദൈവരാജ്യം എന്ന ഗഹനമായ വിഷയം ഏറ്റവും ലളിതമായ 3 ഉപമകളിലൂടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് യേശു. നിധി ഒളിപ്പിച്ചു വച്ച വയൽ, വിലയേറിയ ഒരു രത്നം, നിറഞ്ഞു കവിഞ്ഞ ഒരു വല എന്നിവയാണ് ആ ഉപമകൾ. എന്ത് നഷ്ടം സഹിച്ചും വിലയേറിയ വയലും രത്നവും സ്വന്തമാക്കാൻ മനുഷ്യൻ പരിശ്രമിക്കുന്നു. ലോകത്തിലെ അമൂല്യമായവ സ്വന്തമാക്കാൻ മനുഷ്യൻ കാണിക്കുന്ന ഈ വ്യഗ്രത സ്വർഗീയ കാര്യങ്ങളിൽ അവനില്ലാതെ പോയി. ആർക്കും വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല സ്വർഗരാജ്യം. കഠിനാധ്വാനത്തിലൂടെ കൈവരിക്കേണ്ടതാണത്. ത്യാഗം ചെയ്ത് നേടിയെടുക്കേണ്ടതാണ്. ഏകാഗ്ര മനസ്സോടെ നേടിയെടുക്കേണ്ടതാണ്. ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ച് നേടിയെടുക്കേണ്ടതാണ്. വിലകെട്ട വിശാല വഴികൾ നമ്മെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ അത് മരണത്തിലേക്കാണ് നമ്മെ നയിക്കുക. യേശു എന്ന അമൂല്യനിധിയെ കണ്ടെത്തിയപ്പോൾ സകലതും ഉച്ഛിഷ്ടമായി പൗലോസ് കരുതി. അവനുവേണ്ടി വിലയേറിയ ഉടുതുണി പോലും ഫ്രാൻസിസ് അസീസി ഉപേക്ഷിച്ചു. അങ്ങനെ എത്രയെത്ര കഥകൾ. നിന്റെ കഥ എങ്ങനെയാണ്? ഭാഗികമായി ചിലതൊക്കെ ഉപേക്ഷിച്ചവരാകാം നാം. പക്ഷേ അനനിയാസിന്റെയും സഫീറയുടെയും കഥ നമുക്കൊരു പാഠമാകണം. നിന്റെ യാത്രയുടെ വഴികൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് വേർതിരിച്ച് രക്ഷയും ശിക്ഷയും വിധിക്കുന്ന ദൈവദൂതന്മാരെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് വലയുടെ ഉപമ. വിലയില്ലാത്തതിന്റെ പുറകെ പോയവരെല്ലാം പുറത്ത് അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും.